പൃഥ്വിരാജ് ഗായകനായ സിനിമകളും പൃഥ്വിരാജിന്റെ പാട്ടുകളും. പൃഥ്വിരാജ് ആദ്യമായി പാടിയത് ദീപൻ സംവിധാനം ചെയ്ത പുതിയ മുഖം എന്ന സിനിമയിൽ കാണേ കാണേ എന്ന ഗാനമായിരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവായിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചത്. രണ്ടാമത് രാജു പാടിയത് താന്തോന്നി എന്ന സിനിമയിലാണ്. കാറ്റു പറഞ്ഞതും എന്ന് തുടങ്ങുന്ന ഗാനമാണ് രാജു ആലപിച്ചത്. ടി എ ഷാഹിദിന്റെ വരികൾക്ക് തേജ് മെർവിനാണ് സംഗീതം നിർവഹിച്ചത്. മൂന്നാമത് പാടിയത് പോക്കിരി രാജ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. കേട്ടില്ലേ കേട്ടില്ലേ എന്ന ഗാനം പൃഥ്വിരാജിനൊപ്പം വിജയ് യേശുദാസും അൻവർ സാദിത്തും ചേർന്നാണ് ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. തുടർന്ന് രാജു പാടിയത് അൻവർ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകർന്ന ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് രാജു ആലപിച്ചത്. മമത മോഹൻദാസും രശ്മിയും പ്രിയയും ആസിഫ് അക്ബറും ചേർന്നായിരുന്നു പൃഥ്വിയുടെ കൂടെ പാടിയത്. തുടർന്ന് ഉറുമി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് രാജു പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഷാൻ റഹ്മാനാണ് സംഗീതം നൽകിയത്. വടക്ക് വടക്ക് എന്ന് തുടങ്ങുന്ന ഫ്രണ്ട്ഷിപ്പ് സോങ് ആണ് രാജു പാടിയത്. കൂടെ പാടിയത് ഗുരു കിരണും ഷാൻ റഹ്മാനുമായിരുന്നു. തുടർന്ന് പാടിയത് ദീപൻ സംവിധാനം ചെയ്ത ഹീറോ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകി ടാർസൻ ആന്റണി കമ്മിങ് ബാക്ക് എന്ന് തുടങ്ങുന്ന ഗാനം പൃഥ്വിരാജും ഗോപി സുന്ദറും ചേർന്നാണ് ആലപിച്ചത്. തുടർന്ന് സെവൻത് ഡേ എന്ന സിനിമയ്ക്ക് വേണ്ടി ദീപക് ദേവിന്റെ സംഗീത സംവിധാനത്തിൽ ഒരു കഥ പറയുന്ന ലോകം എന്ന ഗാനമാണ് രാജു ആലപിച്ചത്. തുടർന്ന് ഇവിടെ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദറിന്റെ സംഗീത സംവിധാനത്തിൽ ഇവിടെ എന്ന് തുടങ്ങുന്ന ഗാനവും രാജു ആലപിച്ചു. ഏറ്റവും പുതിയതായി രാജു ആലപിച്ചത് അമർ അക്ബർ ആന്റണി എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ഈ സിനിമയുടെ സംവിധായകനായ നാദിർ ഷാ തന്നെയാണ്. പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ പൃഥ്വിക്കൊപ്പം ഇന്ദ്രജിത്തും ജയസൂര്യയും പാടിയിരുന്നു. ഈ ഗാനം സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു.